അജ്ഞതയുടെ അന്ധകാരം നീക്കി അറിവിൻ്റെ പ്രകാശം തേടിക്കൊണ്ട് ഈ പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം. അറിവില്ലാതെ ചെയ്ത് പണം നഷ്ടപ്പെടുത്തുന്ന ട്രേഡിംഗ് രീതികൾ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ഗുരുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊരു വിചിന്തനം നടത്താം. ഒരാളിൽ നിന്നും നേരിട്ട് പഠനം ആരംഭിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് പലരിൽ നിന്ന് സീമകളില്ലാത്ത അറിവിൻ്റെ ഒരു കടലാക്കി നമുക്ക് മാറ്റാം. ചെറുതും വലുതും എന്തുമാകട്ടെ അറിവ് ശേഖരിക്കാം. പഠനം തുടരുക തന്നെ ചെയ്യണം. ഓഹരി വിപണിയുടെ അത്യുന്നതങ്ങളിൽ അറിവിൻ്റെ ചിറകിലൂടെ നമുക്ക് പറന്നുയരാം. അറിവ് നേടിക്കൊണ്ടേയിരിക്കുക. ഗുരുവിൻ്റെ ആശീർവാദം കൈമോശം വരുത്താതെ പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കുക. പഠനം എന്നത് ട്രേഡിംഗ് എന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ട്രേഡിംഗ് എങ്കിൽ അറിവ് എന്നത് അതിന് ചൂട് പകരുന്ന ഒരു തീ പോലെയാണ്. നിങ്ങൾ എന്ന് പഠനം അവസാനിപ്പിക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പഠനത്തിനുള്ള താല്പര്യം കുറയ്ക്കുന്നുവോ അന്നു മുതൽ നിങ്ങളുടെ ട്രേഡിങ്ങിലുള്ള വിജയവും അവസാനിച്ചു തുടങ്ങുന്നു. പഠനം തുടരുക തന്നെ ചെയ്യണം. ജീവിതാവസാനം വരെ അതിന് ഒരു പരിമിതികളുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ജൂൺ 6 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത്. നിഫ്റ്റി 22,600 എന്ന ഒരു ലെവലിൻ്റെ മുകളിൽ ഇന്നലെ അതൊരു അപ് ട്രെൻഡിൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചിട്ടുണ്ട്. സോ 22,600 എന്നുള്ള മേജർ സപ്പോർട്ടിൻ്റെ മുകളിൽ ഇന്നലെ 22,650 വരെ മുകളിൽ വന്നു. സോ ഒരു അപ് ട്രെൻഡിനുള്ള എല്ലാ സാധ്യതകളുമാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു ന്യൂസ് ഡ്രിവൺ മാർക്കറ്റിൽ ഒരിക്കലും ഇത്തരം സിഗ്നലെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല എങ്കിലും ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ലൈവ് മാർക്കറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ ചെയ്യുക. ഇ വി സെക്ടറിൽ ഒരു പുതിയ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഓൾറെഡി പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടെക്നോളജി ഇന്ത്യയിലേക്ക് കൂടി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി സ്വാപ്പിംഗ് എന്ന EV ടെക്നോളജി ഇന്ത്യൻ ഓയിൽ പരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തമുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ കൗണ്ടറുകളിൽ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ബാറ്ററി ഒരുപാട് ചാർജേഴ്സിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ പോകുന്ന വണ്ടിയിൽ ആ ബാറ്ററി ഫിറ്റ് ചെയ്യുക. ദെൻ എവിടെയാണോ ചാർജ് തരുന്നത് അവിടെ ഇന്ത്യൻ ഓയിൽ കൗണ്ടറിൽ കയറി ആ ബാറ്ററി അവിടെ വെച്ചിട്ട് പുതിയതെടുത്തിട്ട് നിങ്ങൾക്ക് യാത്ര തുടരാം. അങ്ങനെയുള്ള ഒരേ രീതിയിലുള്ള പ്രത്യേക ഒരു ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയാണ് ഇന്ത്യൻ ഓയിൽ ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ EVയിൽ കണ്ടുവരുന്ന ഫിക്സ്ഡ് ബാറ്ററികൾ എന്ന കൺസെപ്റ്റ് ഇനി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബാറ്ററി സ്വാപ്പിംഗ് ആണ്. ചാർജിങ്ങിന് ഒരുപാട് സമയം പോകും എന്നതുകൊണ്ട് തന്നെ ബാറ്ററി സ്വാപ്പിംഗ് പോസിബിൾ ആണെങ്കിൽ ഒരു കൗണ്ടറിൽ നിർത്തി വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബാറ്ററി അഴിച്ചു മാറ്റി പുതിയ ബാറ്ററി ഫിക്സ് ചെയ്തിട്ട് നമുക്ക് യാത്ര തുടരാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടെക്നോളജിയിൽ നല്ല ഒരു സ്വീകാര്യത കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ EV സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ദെൻ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ PSU സ്റ്റോക്കുകൾ തുടർച്ചയായി തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പുതിയ ഗവൺമെൻറ്റിൻ്റെ ഫോർമേഷനോട് കൂടി ഇത് തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഇക്വിറ്റി ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് കുറച്ച് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ട്രിഡൻറ്റ്, HCC, എഡിൽവീസ്, ദെൻ TCN ക്ലോത്തിങ്, ബെൽ, KP ഗ്രീൻ എഞ്ചിനീയറിംഗ്, അദാനി പവർ, അങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കാവുന്നതാണ്. കാരണം ഇതെല്ലാം ന്യൂസ് ബേസ്ഡ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, കാരണം മാർക്കറ്റ് ഒരു ക്രാഷ് കഴിഞ്ഞ് ഒന്ന് തിരിച്ചു കയറി തുടങ്ങുകയാണ്. സോ ലോങ് ടേമിലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേമിലായാലും വളരെ ചെറുതല്ലാത്ത 1 വർഷം 2 വർഷമൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ
റിന്യൂവബിൾ എനർജി സെക്ടറിലുള്ള വളരെയധികം ബൂമിംഗ് ഉണ്ടാകാൻ പോകുന്ന ഒരു സെക്ടറാണ് ഇന്ത്യയിൽ റിന്യൂവബിൾ എനർജി. അതായത് സോളാർ പവർ, എസ്പെഷ്യലി സോളാർ പവർ, വിൻഡ് പവർ, അങ്ങനെയൊക്കെയുള്ള എനർജി സെക്ടറുകൾ നല്ല രീതിയിൽ ട്രഡീഷണൽ എനർജി പ്രൊവൈഡിങ് സിസ്റ്റം ഒക്കെ ഒരുവിധം അവസാനിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഫർദർ എക്സ്പാൻഷൻ ചെയ്യാതെ, പുതിയ നാച്ചുറൽ റിസോഴ്സ് കണ്ടെത്താൻ പറ്റാതെ, ഇപ്പം ഡാമുകളും അതും പുതിയതൊന്നും ചെയ്യാൻ പറ്റാതെ അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇങ്ങനെയുള്ള റിന്യൂവബിൾ എനർജിയാണ് ഇനി വരാൻ പോകുന്നത്. സോ ആ ഒരു സെക്ടറിൽ നല്ല ബൂമിംഗ് ഉണ്ടാവും. ഹൈഡ്രജൻ സെൽ ടെക്നോളജി, ഇത് ഹൈഡ്രജൻ പെട്രോളിന് പകരമായിട്ട് വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ആശയം കണ്ടെത്തിയിട്ട് ഒരുപാട് എന്താ പറയുക, ആൾക്കാർ സ്വന്തം വണ്ടികൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബൈക്കുകളിലൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത്, അതായത് വൈദ്യുതി ഉപയോഗിച്ചിട്ട് വെള്ളത്തിനെ ഹൈഡ്രജനാക്കി മാറ്റുക. അതായത് വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ അത് ഓക്സിജനും ഹൈഡ്രജനായിട്ട് സ്പ്ലിറ്റായി പോകും. അത് രണ്ടും എയറിന് പകരം വണ്ടിയുടെ എൻജിനിലേക്ക് നമ്മൾ നോർമലി എയർ വിടുന്നതിന് പകരം ഇതങ്ങോട്ട് ഈ സ്പ്ലിറ്റ് ചെയ്ത ഗ്യാസ് കടത്തിവിടുമ്പോൾ ഭയങ്കരമായിട്ട് കത്താൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ പെട്രോൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കിലോമീറ്ററുകൾ ഓടാനും സാധിക്കും. അതാണ് ഈ ഹൈഡ്രജൻ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത. സോ അങ്ങനെയുള്ള ഹൈഡ്രജൻ സെല്ലുകൾ, ഹൈഡ്രജൻ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്നോളജിക്ക് ഇനി സാധ്യത വളരെ കൂടാൻ പോവുകയാണ്. അതേപോലെ സെമി കണ്ടക്ടറും ഇലക്ട്രോണിക്സും മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു സെക്ടർ തീർച്ചയായിട്ടും, കാരണം ചിപ്പ് മാനുഫാക്ചറിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ഒരു സെക്ടർ നമ്മൾ ഇന്ത്യയിൽ ശരിക്കും വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ചൈനയാണ് അതിൽ വമ്പന്മാർ. അതിനെ കടത്തിവെട്ടി ഇന്ത്യ മുന്നേറാൻ പോവുകയാണ്. സോ അതും നല്ലൊരു സാധ്യതകളാണ്. ഫൈനലി ഡിഫൻസ് ആൻഡ് വെപ്പൺസ്, ഡിഫൻസ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇനി വളരാൻ പോകുന്ന ഒരു സെക്ടർ. സോ ഇതൊക്കെയാണ് ലോങ് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകൾ. ഇന്നലെ എനിക്ക് വന്ന കുറച്ചധികം വാട്സപ്പ് മെസ്സേജുകൾക്കുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഞാനിതിപ്പം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റോക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായം തേടിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം സ്റ്റോക്കുകൾ ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ആ കമ്പനി പ്രവർത്തിക്കുന്നത്. ബെൽ 3500 കോടിയുടെ ഒരു ഓർഡർ കരസ്ഥമാക്കിയിരിക്കുന്നത്, അത് കിട്ടിയിരിക്കുന്നത് അദാനി പവറിൽ നിന്നുമാണ്. വളരെ നല്ലൊരു ന്യൂസാണ് ബെൽ ഹോൾഡ് ചെയ്യുന്നവർക്കായിട്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവരുടെ കുറച്ചധികം മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ISROയുടെ ചെയർമാനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഓക്കെ, എന്തായാലും റോക്കറ്റ് മാനുഫാക്ചറിങ് കപ്പാസിറ്റിയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇന്ന് RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് നടക്കുന്നുണ്ട്. സോ ഇനി അതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് വരാനുണ്ട്. അതുപോലെ ശനിയാഴ്ച പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് വാർത്തകൾ കാണാൻ സാധിച്ചത്. സോ ഇതെല്ലാം കൂടി വരുമ്പോൾ അടുത്ത തിങ്കളാഴ്ച മുതൽ സംഭവ ബഹുലമായ ഒരാഴ്ചയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇന്നും നാളെയൊക്കെ മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു ആഘോഷം നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഒരു നെഗറ്റീവ് ന്യൂസാണ്. എലക്ഷൻ റിസൾട്ടിൽ മാർക്കറ്റ് സെൻസെക്സ് നിഫ്റ്റിയൊക്കെ 6% ഇടിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കാണ്, മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിനാണ്. ഓരോ കമ്പനികളും 6.5%, 7%ആണ് നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, സാധാരണക്കാരും അതുപോലെയുള്ള സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഓഹരി വിപണിയുടെ സാങ്കേതിക വശങ്ങൾ അറിയാത്ത ആൾക്കാരാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രതീക്ഷയിൽ അവർ നല്ല രീതിയിൽ വളർന്നു വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വന്ന് മാർക്കറ്റ് ഇടിയുന്നത്. ഒരു പക്ഷേ ഒത്തിരി പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ളത്. അത് മനസ്സിലാക്കി വരുമ്പോഴത്തേനും അവർ ഭയങ്കര നിരാശയിലായി പോകും. എന്തായാലും മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് ബിഗ്ഗസ്റ്റ് ലോസേഴ്സ് ആയിട്ട് ഈ ഒരു എലക്ഷൻ റിസൾട്ട് ദിവസം എത്തിയിരിക്കുന്നത്. ദെൻ US മാർക്കറ്റ് ക്ലിയർലി നല്ല ബുള്ളിഷ് ആയിട്ടാണ് ഇന്ന് രാവിലെ അവരുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു രാവിലെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂസ് ഹൈലൈറ്റ്സ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോയിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിക്കി 440 പോയിന്റ് ഗ്രീനാണ്. ചൈനയുടെ മാർക്കറ്റ് റെഡ് ആണ്, ക്ലിയർലി റെഡ് ആണ്. STI 12 പോയിന്റ് റെഡ് ഗ്രീനിലാണ്. കോസ്പി ഗ്രീൻ. മിക്ക ഓപ്ഷൻ ഇൻഡെക്സുകളും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ
ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 22,712 ഇന്ന് ഓപ്പൺ ആയത് 22,724 10 പോയിന്റ് മുകളിലായിട്ടാണ്. 12 പോയിന്റ് മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇന്നത്തെ ഡേ ഹൈ 22,724 തന്നെയാണ്. അതേപോലെ ഡേ ലോ എന്ന് പറയുന്നത് 22,671. സോ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും അതേപോലെ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന 22,674 ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്നും 50 പോയിന്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതേപോലെ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഏകദേശം 40 പോയിന്റ് അല്ലെങ്കിൽ 38 പോയിന്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. സോ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബെയറിഷ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത് എന്നത്. ഇനി എന്താ പറയുക, ഗ്ലോബൽ ഇവന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ ഇന്നാണ്. ഓസ്ട്രേലിയ ബാലൻസ് ഓഫ് ട്രേഡ് ഇന്നാണ്. ജപ്പാൻ 30-year JGB ഓപ്ഷൻ, ജർമ്മനി ഫാക്ടറി ഓർഡേഴ്സ്, UK ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ്, UK ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, USA ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, USA ബാലൻസ് ഓഫ് ട്രേഡ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ, ഇതൊക്കെ ഇന്നാണ്. UK ECB പ്രസ് കോൺഫറൻസ്, കാനഡ ബാലൻസ് ഓഫ് ട്രേഡ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഡാറ്റ, ദെൻ കാനഡ IV PMI, ബ്രസീൽ ബാലൻസ് ഓഫ് ട്രേഡ്. ഇത്രയും ഈവൻറ്റുകളാണ് ഇന്ന് വരുന്നുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ RCF എന്ന് പറയുന്ന രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ആർഷിയ, മാക് ഹോട്ടൽസ്, ഇത്രയും കമ്പനികളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് സീലാണ്. ഇപ്പോൾ 3 ദിവസമായിട്ട് സീൽ മാത്രമാണുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 21,012 കോടിയുടെ ബൈങ്ങും 26,668 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 5,656 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 28,615 കോടിയുടെ ബൈങ്, 24,060 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 4,555 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,101 കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,241 കോടിയുടെ ലാഭമെടുപ്പ് നടത്തിയ അതേ സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,150 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 891 കോടി രൂപ ഈ ജൂൺ മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 22,128 ഓപ്പൺ ചെയ്തു. 492 പോയിന്റ് ലാഭത്തിൽ 22,620 ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ 5 ദിവസത്തെ മൂവിങ് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റിയിൽ 419 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ജൂൺ മാസത്തിൽ നിഫ്റ്റിയിൽ 718 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു. അതേപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നും നോർമൽ CPR ആണ്. അതിന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്ത്യ വിക്സ് ഇന്ന് 18.89 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.61 ആണ്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 23,000 1,43,00,000 കോളാണ് റേറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ട് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 22,000 41 ലക്ഷം മാത്രമാണ് ഹയസ്റ്റ് പുട്ട് വന്നിട്ടുള്ളത്. സോ മാർക്കറ്റ് PCR വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മീറ്റർ കറക്റ്റ്ലി ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് കാണിച്ചു തരുന്നത്. നോക്കാം, എന്തായാലും ലൈവ് മാർക്കറ്റിൽ മാജിക്ക് പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 1,568 പോയിന്റിന്റെ ലാഭം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ 633 പോയിന്റിന്റെ ലാഭം ഉണ്ടാക്കി. സെൻസെക്സ് 1,354 പോയിന്റ് ലാഭത്തോടു കൂടിയാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് മാത്രമാണ് 515 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസത്തെ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല. കാരണം ന്യൂസ് എന്താണോ പത്രത്തിലും TV-യിലും എന്താണോ കാണുന്നത് അതിനനുസരിച്ച് ക്യാൻഡിൽസ് അങ്ങ് ഓടിപ്പാഞ്ഞ് പോവും എന്നേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇന്നലത്തേതിനേക്കാളും മുകളിൽ ഇന്ന് മാർക്കറ്റ് വരും എന്നാണ് റാസ്ലോവിൽസ് നമ്മളോട് പറയുന്നത്. ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ. അതേപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നും പറയുന്നുണ്ട്. ഓവർ ഇന്നലെ സംഭവിച്ചതിനേക്കാളും ചെറിയ റേഞ്ചിലുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടുക. അതേപോലെ ഇന്നത്തെ നോ ട്രേഡ് സോൺ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ ഡേ ഹൈ വരാൻ പോകുന്നത് 22,890 ആണ് റാസ്ലോവിൽസിന്റെ പ്രകാരം. ദെൻ ഇന്നത്തെ ഡേ ലോ 22,350. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാർക്കറ്റ് ടച്ച് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. മോസ്റ്റ് പ്രോബ്ലി ഔട്ട് ഓഫ് ദ റേഞ്ച് പോയേക്കാം.
ഇന്നത്തെ നോ ട്രേഡ് സോൺ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ CPRന്റെ വാല്യൂസ് ആണ് നോ ട്രേഡ് സോൺ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കേണ്ടത്. അതായത് 22,490 മുതൽ 22,230 വരെയുള്ള ഒരു സോൺ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും വലിയൊരു സോൺ നമുക്ക് നോ ട്രേഡ് സോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് അതിൻ്റെ ഇടയിൽ ഉള്ള ആ സോണിൽ മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റിൽ ഒരു അപ്പ് ഡൗൺ മൂവ്മെന്റ് വന്ന് കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു സോൺ 22,360 മുതൽ 230 വരെയുള്ള 131 പോയിന്റിന്റെ ഇടയിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻട്രി വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫ്രഷ് എൻട്രി ഇതിൻ്റെ ഇടയിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 22,360 231 ഇടയിൽ. ഇനി ലോവർ ലെവലിൽ പോവുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 21,791 ലോവർ ലെവൽ ഒരു സോൺ ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ മാർക്കറ്റ് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ മാർക്കറ്റിൽ ഒരു ഫോള് വരികയാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല, ഇനി അപ്വേർഡ് മൂവ്മെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ യെസ്റ്റർഡേ ഹൈയിൽ അല്ലെങ്കിൽ 22,695 671 റേഞ്ചിൽ നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. ഇന്നത്തത് എനിക്ക് തോന്നുന്നു, കാരണം പ്രാസ് ലെവൽസും CPRും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് കയറി പോകും എന്ന രീതിയിലാണ് കാണുന്നത്. സോ 22,695 കടന്നാൽ 22,890 വരെയും മാർക്കറ്റ് കയറിപ്പോയേക്കാം. ഇത് ന്യൂസ് ആണ് ഇതിന്. അപ്പോൾ ടെക്നിക്കൽസിന് വലിയൊരു പ്രാധാന്യമൊന്നും നിങ്ങൾ കൊടുക്കണ്ട. ലൈവ് മാർക്കറ്റിൽ കാണുന്ന എന്താണോ അതിൻ്റെ കൂടെ അങ്ങ് പോവുക. അപ്പോൾ ഈ ഒരു സോൺ 21,791 724 എന്ന ഒരു 70 പോയിന്റിന്റെ ആ ഒരു സോണാണ് എക്സ്ട്രീം ലോ ലെവൽ സപ്പോർട്ട്. ഒരു ഹയർ സൈഡിലേക്ക് പോകുമ്പോൾ ഇന്നലത്തെ ഡേ ഹൈ ഉള്ള 22,695 670 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് വരും. ഹയസ്റ്റ് അതായത് അങ്ങനെയുള്ള ഒരു ബുള്ളിഷ് മോഡിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ 22,890 വരെയും മാർക്കറ്റ് ടച്ച് ചെയ്തേക്കാം. സോ നിങ്ങളുടേതായ രീതിയിൽ വിശകലനം ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.